കഴിഞ്ഞ വർഷം ഞാൻ നട്ട മരങ്ങളെല്ലാം വൻ മരങ്ങളായി വന്നു. ഇത് അത്തി, നാരകം, ഇത് ചെടി, പൂച്ചെടി, അത്തി, നാരകം, സ്ട്രോബെറി, നാരകം, അത്തി, മുന്തിരി പടർന്ന് മുകളിൽ കയറി, അവിടെയും കയറി റോസ, ചെമ്പരത്തി, സ്ട്രോബെറി, നാരകമെല്ലാം ഇഷ്ടം പോലെ നാരങ്ങ പിടിച്ചു കഴിഞ്ഞു. ഇത് കണ്ട, എല്ലാം നാരങ്ങയായി, ഇഷ്ടം പോലെ നാരങ്ങയായി, ഇവിടെ എല്ലാം പിടിച്ചു കഴിഞ്ഞു. ചെറിയ നാരങ്ങയാണ്, പക്ഷെ നല്ല പുളിയുണ്ട് ഇതിന്. ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ നാരങ്ങ. ഒരു 3-4 കിലോ നാരങ്ങ പറിക്കാം. ഇത് ചെറിയ നാരങ്ങയാണ്, പക്ഷെ നല്ല പുളിയുള്ള നാരങ്ങയാണ്. കുഞ്ഞു നാരങ്ങ, നാട്ടിൽ വലിപ്പമുള്ളതല്ല, ചെറിയ നാരങ്ങയാണ്. ഇത് മുന്തിരി പടർന്ന് മുകളിൽ കയറി കഴിഞ്ഞു, പൂവായി തുടങ്ങി. ഉടനെ തന്നെ മുന്തിരി കിട്ടും. ഇത് അപ്പുറത്തെ മാവ്. പിന്നെ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നേ. ഈ സതീശൻ സാറിൻ്റെ നുണകൾ എന്താണിത്? ഒരുമാതിരി മര്യാദ വേണ്ടേ? ഒന്നുമല്ലെങ്കിലും ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലൊരു മുഖ്യമന്ത്രി ഇങ്ങനെ നാക്കെടുത്ത നുണ പറയാൻ കൊള്ളാമോ? ടാറ്റ കമ്പനി മനസ്സിൽ പോലും ചിന്തിക്കാത്ത 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണശാല ഇപ്പം അടുത്ത സമയത്ത്, മുമ്പൊക്കെ പറഞ്ഞതെല്ലാം കള. അത് കഴിഞ്ഞ് മെനഞ്ഞാന്ന് പറയുന്നു 14-ാം വയസ്സിൽ പ്രീ ഡിഗ്രി പഠിച്ചെന്ന്. 9-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സമയത്ത് പ്രീ ഡിഗ്രി എങ്ങനെയാണ് മാഷേ പഠിക്കുക? എനിക്ക് സതീശൻ സാറിൽ നിന്ന് വിളിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതേപോലുള്ള നുണകളൊക്കെ പറയുന്നത് എന്തിനാണ്? പിന്നെ ഈ പൂക്കി എന്നുള്ള വാക്ക് എനിക്കറിയില്ല, അതിൻ്റെ അർത്ഥം ഇപ്പോഴും എനിക്കറിയില്ല. പൂക്കി എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പൂക്കി എന്നാണോ? എന്താണ് ഈ പൂക്കി? പിന്നെ ഇതേപോലെയുള്ള നുണകൾ എന്തിനു പറയുന്നത്? മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ഏതാണ് അന്ന് പറഞ്ഞെന്തുവാ, ഇന്റേണൽ പൊളിറ്റിക്സ്. 9-ാം ക്ലാസ് പോലും പോയിട്ടില്ല, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാർട്ടി ഇന്റേണൽ പൊളിറ്റിക്സിൽ ഡിപ്ലോമ എടുത്തെന്നൊക്കെ പറഞ്ഞ കണക്ക് എന്തിനാ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി അധികായകന്മാർ ഭരിച്ച ഒരു പദവിയാണ് ഈ കേരള മുഖ്യമന്ത്രി പദം എന്നൊക്കെ. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ, പിണറായിയും അച്യുതാനന്ദനും ആൻ്റണിയും ഒക്കെ ഭരിച്ച ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഇതേപോലുള്ള കള്ളത്തരങ്ങൾ എന്തിനു പറയണം? എങ്ങനെയോ ഒരു സ്ഥാനത്തെത്തി. ഇനിയെങ്കിലും ഈ കള്ളങ്ങൾ പറയുന്നത് ഒന്ന് നിർത്തിക്കൂടെ മാഷേ? അതേപോലെ തന്നെ പണ്ട് BJP കുറേ എണ്ണന്മാർ, ഗവർണർ എന്ന് പറഞ്ഞ ഒരു ഇതും ഇല്ലാത്ത കുറേ എണ്ണന്മാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർമാരായിട്ട് പോയ സമയത്ത് എനിക്ക് ആ ഗവർണർ എന്നുള്ള പദവിയോടുകൂടിയുള്ള ബഹുമാനം പോയി. അതേപോലെ തന്നെ ഇപ്പോൾ OJ ജനീഷ് മന്ത്രി, ഇവർക്കൊക്കെ രാഷ്ട്രീയ പാരമ്പര്യം, ഒരു മന്ത്രി ആവാനുള്ള പാരമ്പര്യം എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നൊരു OJ ജനീഷൊക്കെ മന്ത്രിയാവുക എന്ന് പറയുമ്പോൾ ആ ഒരു മന്ത്രിയോടുകൂടിയും മന്ത്രിസഭയോടുകൂടിയും എന്താ വെറുപ്പാണ് ആൾക്കാർക്ക് ഉണ്ടാവുക? പിന്നെ കറണ്ട് കട്ടും, പെൻഷൻ മുടങ്ങുക, റോഡിൻ്റെ പണി മൊത്തം മുടങ്ങി, പിന്നെ വയനാട് ടൗൺഷിപ്പിൻ്റെ പണി മുടങ്ങി എന്ന് വേണ്ട എല്ലാം മുടക്കി. അവസാനം DFI കൊടുക്കുന്ന പൊതിച്ചോറ് വരെ മുടക്കാനുള്ള പരിപാടി. ഇത് എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത്? DFIക്കാർ പൊതിച്ചോറ് മാത്രമല്ല, രക്തവും ദാനം ചെയ്യുന്നുണ്ട്. അതേപോലെ ദുരന്ത പ്രദേശങ്ങളിൽ വളരെ അധികം സഹായങ്ങൾ ചെയ്യുന്നവരാണ് ഈ DFI. അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇതൊന്നുമില്ലാതെ എന്തിനാണ് മാഷെ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നത്? ഒന്നുമല്ലെങ്കിലും നല്ല ഭൂരിപക്ഷം കിട്ടി, ഒരു ഭരണം കിട്ടിയവരല്ലേ നിങ്ങൾ?